എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 37ാമത്തെ സർഗത്തിൽ 22 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗംഗാനദി തന്നിലേക്ക് അർപ്പിച്ചതായ തേജസ്സിനെ ശ്വേതപർവ്വതത്തിൻ്റെ ചുവട്ടിലുള്ളതായ ശരവണത്തിൽ ഉപേക്ഷിച്ചു എന്നാണ്. ഗംഗയ്ക്ക് ശക്തി ഉണ്ടായിരുന്നില്ല ആ തേജസ്സിനെ സഹിക്കാൻ. ആ തേജസ്സോട് കൂടിയിട്ട് അതിലൊരു ബാലകനുണ്ടായിരുന്നു. ആ ബാലകനോടൊപ്പം പല പല ധാതുക്കളും ഭൂമിയിലേക്ക് എത്തി. ആ കാട് മുഴുവനും സ്വർണത്തിൻ്റെ തേജസ്സോടുകൂടി ശോഭിച്ചു എന്ന് പറഞ്ഞാണ് നിർത്തിയത്. ഇനി എന്തൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം 22ാമത്തെ ശ്ലോകം നോക്കാം. തം ദേശം തു തതോ ബ്രഹ്മ സംപ്രാപ്യൈനമഭാഷത ജാതസ്യ രൂപം യത്തസ്മാത് ജാതരൂപം ഭവിഷ്യതി. ഈ തേജസ്സിനെ അവിടെ നിക്ഷേപിച്ചു, ബാലകൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞുല്ലോ. ആ സമയത്ത് തന്നെ ബ്രഹ്മാവ് അവിടേക്ക് വരികയാണ്. അതാണ് തം ദേശം തു തതോ ബ്രഹ്മ തതഹ. അതിനുശേഷം തം ദേശം, ആ ദേശത്തേക്ക്, ആ ശരവണത്തിലേക്ക് ബ്രഹ്മാവ് വന്നിട്ട് സംപ്രാപ്യ ഏനം അഭാഷത. ബ്രഹ്മാവ് ആ പ്രദേശത്തേക്ക് വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. സ്വർണത്തിനോട് അല്ലെങ്കിൽ സ്വർണത്തിനെ പറ്റിയിട്ടാണ് പറയണത്. ജാതസ്യ രൂപം യസ്മാത് യത് തസ്മാത്. യത് ജാതസ്യ രൂപം തസ്മാത്. എന്തുകൊണ്ടാണോ ഇപ്പോൾ ജനിച്ചവന്റെ, അതായത് ഈ കുമാരന്റെ രൂപം ധരിക്കുന്നുവോ ഈ ധാതു, അതായത് സ്വർണം, ആ സ്വർണത്തിന് ഇനി മുതൽ ജാതരൂപം എന്ന പേര് ലഭിക്കും എന്നാണ് അർത്ഥം. അതാണ് പറയണത്. അതായത് സ്വർണത്തിന് എങ്ങനെയാണ് ജാതരൂപം എന്ന് പേര് വന്നത് എന്നുള്ളതിൻ്റെ ഒരു നിഷ്പത്തിയാണ് ഇവിടെ പറഞ്ഞത്. കുമാരനോളം തേജസ്, കുമാരനാണ് തേജസ്സൊക്കെ, ആ തേജസ് സ്വർണത്തിനും ഉണ്ടായിരുന്നു. ആ തേജസ് കൊണ്ട് ആ പ്രദേശം മുഴുവനും വിളങ്ങി എന്ന് പറഞ്ഞുല്ലോ. അത്രയ്ക്കധികം തേജസ് ഉള്ളത് കൊണ്ട് ജനിച്ച, അതായത് ഈ ശരവണത്തിലേക്ക് വന്നു വീണതായ, പിറവിയെടുത്തതായ കുമാരനോളം തന്നെ തേജസ്സുള്ളതായതുകൊണ്ട് സ്വർണത്തിന് ഇനി മുതൽ ജാതരൂപം എന്നു പേര് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ബ്രഹ്മാവ് സ്വർണത്തിന് നൽകിയതായ പേര്. പേര് കേട്ടാൽ സ്വർണമാണെന്നൊന്നും തോന്നില്ല. പക്ഷേ സ്വാതി തിരുനാളിൻ്റെ കീർത്തനത്തിലുണ്ട് ജാതരൂപ നിഭചേല എന്ന് പറയണ ശ്രീപത്മനാഭനെ സ്തുതിക്കണ ആ വരികളിലുണ്ട് ജാതരൂപ നിഭചേല എന്ന്. ജാതരൂപം സ്വർണ്ണാണ്. അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്തതായ വാക്കുകളൊക്കെ പറയും. സ്വർണത്തിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ഗാംഗേയം. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ. ഗംഗ പുറത്തേക്കിട്ടത് കൊണ്ടാണ് ഗാംഗേയം, സ്വർണം അങ്ങനെ ആയിത്തീർന്നത്. ആ വാക്കും സ്വാതിരുന്നാൾ തന്നെ പ്രയോഗിച്ച് കേട്ടിട്ടുണ്ട്. ഗാംഗേയ വസനധര ശ്രീപത്മനാഭ എന്ന് പറയണ അതിസുന്ദരമായിട്ടുള്ള ഹമീർ കല്യാണിയിലെ മറ്റൊരു കീർത്തനുണ്ട്. ഇവിടെ ജാതരൂപ നിഭചേല എന്നുള്ള കീർത്തനം മായാമാള ഗൗളയിൽ ദേവദേവ കലയാമിതേ എന്നുള്ളതിൻ്റെ ചരണമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ അറിവ് കൂടി നമ്മളൊന്ന് ഇതിൽ കൂടെ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അങ്ങനെ ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം സ്വർണത്തിന് കിട്ടി. സ്വർണത്തിനൊരു പുതിയ പേരും വന്നു. അതാണ് 22ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. നമുക്ക് 23ാമത്തെ ശ്ലോകം നോക്കാം. സുവർണം പുരുഷവ്യാഘ്ര ഹുദാശന സമപ്രഭം തൃണവൃക്ഷലതാ ഗുൽമം സർവം ഭവതി കാഞ്ചനം. ആ കാട്ടിലുണ്ടായിരുന്ന എല്ലാം സ്വർണമയമായി തീർന്നു ആ തേജസ് കൊണ്ട് എന്ന് പറയാണ്. സുവർണം പുരുഷവ്യാഘ്ര. ഇതിനിടയിലെ കൂടെയൊക്കെ ശ്രീരാമനെ സംബോധന ചെയ്യുന്നുണ്ട്. രഘുനന്ദന എന്നും പുരുഷവ്യാഘ്ര എന്നും രാമ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ വിശ്വാമിത്രൻ പറയണ കഥയാണല്ലോ. അല്ലയോ പുരുഷവ്യാഘ്ര, ഹുദാശന സമപ്രഭം സുവർണം, അഗ്നിയുടെ ശോഭയോടുകൂടിയിരിക്കുന്ന സ്വർണം. ആ സ്വർണം എവിടെയൊക്കെ വ്യാപിച്ചു? തൃണ വൃക്ഷ ലതാഗുൽമം സർവം കാഞ്ചനം ഭവതി. ആ സ്വർണത്തിൻ്റെ നിറത്തിലേക്ക് എല്ലാം മാറി. ആ കാട്ടിലുണ്ടായിരുന്നതായ തൃണങ്ങൾ, പുല്ലുകൾ, വൃക്ഷങ്ങൾ, വൻവൃക്ഷങ്ങൾ, ലതകൾ, വള്ളികൾ, ഗുൽമം എന്ന് പറഞ്ഞാൽ കാട്ടുപൊന്തകൾ, ഇതെല്ലാം തന്നെ, അല്ലെങ്കിൽ വള്ളിക്കുടിലുകൾ എന്നൊക്കെ അർത്ഥം പറയും. ഇതൊക്കെ തന്നെ സ്വർണത്തിൻ്റെ നിറത്തിലേക്ക് മാറിപ്പോയി. ആ ബാലകൻ്റെ അതുപോലെ തന്നെ സ്വർണത്തിൻ്റെയൊക്കെ സാന്നിധ്യം കൊണ്ട് ആ കാട് പ്രദേശം മുഴുവനും സ്വർണമയമായി. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്, അവിടുത്തെ വൃക്ഷങ്ങളും
തരുലതാദികളൊക്കെ തന്നെ സ്വർണ്ണമയമായി തീർന്നു എന്നാണ് പറയണത്. എന്നിട്ട് ആ കുട്ടി ഒറ്റയ്ക്ക് കിടക്കുകയല്ലേ, ആ കുട്ടിക്ക് ആരുമില്ല, അമ്മമാരും ഇല്ലാതെയായി. ഉമയുടെ ശരീരത്തിൽ നിന്ന് ആദ്യമേ പോന്നു, അത് കഴിഞ്ഞിട്ട് ഗംഗയുടെ ശരീരത്തിലെത്തി, ഗംഗയും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ചു. ഇനി ആ ബാലകനെ ആരാ നോക്കാനുള്ളത്? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. 24-ാമത്തെ ശ്ലോകം നോക്കാം. തം കുമാരം തതോ ജാതം സേന്ദ്രാസാഗ്നിമരുദ്ഗണ ക്ഷീരസംഭാവനാർത്ഥായ കൃത്തികാ സമയോജയൻ. തതഃ ജാതം തം കുമാരം, അപ്പോൾ ജനിച്ചു വീണവനായ ആ കുമാരനെ, ആ കുട്ടിയെ. കുമാരൻ എന്ന് പറഞ്ഞാൽ കുട്ടി എന്നാണ് അർത്ഥം. ശ്രീകുമാരൻ എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തോടു കൂടി ജനിച്ചവൻ എന്നാണ് അർത്ഥം. ഈ ഒരു വാക്ക് സുബ്രഹ്മണ്യന്റെ പേരായിട്ട് തന്നെ പിന്നെ മാറി. അത്രയ്ക്ക് ശ്രീയോടും തേജസ്സോടും കൂടി ജനിച്ചവനാണ്. ബാക്കി ബാലകന്മാരൊന്നും അങ്ങനെയല്ല എന്നല്ല, പക്ഷേ ഇവിടെ തേജസ് വളരെയധികം ഉണ്ടായിരുന്നു എന്നുള്ളത് ആവർത്തിച്ച് പറഞ്ഞത് കൊണ്ടാണ് ശ്രീകുമാരൻ എന്നുള്ള പേര് സുബ്രഹ്മണ്യനോട് കൂട്ടിച്ചേർത്ത്, അല്ലെങ്കിൽ സുബ്രഹ്മണ്യന്റെ പര്യായമായിട്ട് നമ്മൾ അറിയണത്. ആ ബാലകനെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതാണ്. അപ്പം എന്തു ചെയ്തു? സേന്ദ്രാഹ സാഗ്നിമരുദ്ഗണാഹ, ഇന്ദ്രനോടുകൂടിയ, മരുത്തിനോടുകൂടിയ അല്ലെങ്കിൽ അഗ്നിയോടുകൂടിയ എല്ലാ ദേവന്മാരും കൂടിയിട്ട് ഈ കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചു. അതാരായിരുന്നു? ക്ഷീരസംഭാവനാർത്ഥായ, മുലയൂട്ടുന്നതിന് വേണ്ടിയിട്ട്, പാല് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്തികാഹ, കൃത്തികകൾ എന്നു പേരുള്ള 6 ദേവതകളെ ഏർപ്പാടാക്കി. അതിനായിട്ട് കൃത്തികമാരാണ് പാലൂട്ടി ഈ സുബ്രഹ്മണ്യനെ സംരക്ഷിച്ചത്. ക്ഷീരസംഭാവനാർത്ഥായ എന്ന് പറഞ്ഞാൽ പാല് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനായിട്ട് ദേവന്മാര് 6 അമ്മമാരെ ഈ ബാലകന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അവരെന്താ ചെയ്തത്? താ ക്ഷീരം ജാതമാത്രസ്യ കൃത്വാ സമയമുത്തമം ദദുഃ പുത്രോയമസ്മാകം സർവാസാമിതി നിശ്ചിതാഹ. താഹ എന്ന് പറഞ്ഞാൽ ആ കൃത്തികമാരെല്ലാവരും തന്നെ ജാതമാത്രസ്യ, ജനിച്ച ഉടനെ തന്നെ, പിറന്ന് അതേപടി തന്നെ കിടക്കുകയാണ്. അതായത് ആരുമില്ല നോക്കാൻ, ഒരു അനാഥമായിട്ടുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ. ദേവന്മാരൊക്കെ നോക്കുന്നുണ്ട്, അവർക്ക് ആവശ്യമാണ് ആ ബാലകനെ. എന്നാൽ പോലും അമ്മ വേണ്ടേ നോക്കാൻ, പാല് കുടിക്കാനൊക്കെ അമ്മ വേണമല്ലോ. അതിനു വേണ്ടിയിട്ട് 1, 2 ഒന്നല്ല, 6 അമ്മമാരെയാണ് ദേവന്മാരെ ഏർപ്പാടാക്കിയത്. അവരെല്ലാവരും തന്നെ പിറന്ന ഉടനെ ആ ബാലകനെ ശുശ്രൂഷിക്കാനായിട്ടും പാല് കൊടുക്കാനൊക്കെ ആയിട്ട് അവിടെ വന്നു. ഭൂമിയിലേക്ക്, ഈ വനത്തിലേക്ക്, ശരവണത്തിലേക്ക് വന്ന് കൃത്വാ സമയമുത്തമം, ഉത്തമമായ സങ്കല്പത്തെ ചെയ്തുകൊണ്ട്, അതായത് ചിലതൊക്കെ തീർച്ചപ്പെടുത്തിക്കൊണ്ട്, അതാണ് സമയം എന്ന് പറഞ്ഞാൽ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് അവർ വരണത്. എന്തുകൊണ്ടാണ് എന്നുള്ളത് അടുത്ത വരിയിൽ പറയാണ്. ദദു പുത്രോയമസ്മാകം സർവാസാമിതി നിശ്ചിതാഹ. ഈ പുത്രൻ നമ്മുടെ എല്ലാവരുടെയും പുത്രനാണ്, നമ്മുടെ 6 പേരുടെയും പുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിക്ക് പാല് കൊടുത്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കൃത്തികമാര് തീരുമാനിച്ചു, ഈ പുത്രൻ നമ്മുടെ പുത്രനാണ്, ഈ ബാലകൻ നമ്മുടെ പുത്രനാണ്, അത് വേറെ ആരുടെയും പുത്രനായിട്ട് അറിയപ്പെടേണ്ട കാര്യമില്ല. പാല് കൊടുത്ത് ധാത്രിമാരായിട്ട്, വളർത്തമ്മമാരായിട്ട് ഇപ്പോൾ നമ്മളല്ലേ നിൽക്കണത്. അതുകൊണ്ട് നമ്മുടെ പേരിൽ ഈ പുത്രൻ അറിയപ്പെടണം എന്നുള്ളൊരു മോഹം അവർക്കുണ്ടായിരുന്നു. അത് തീർച്ചപ്പെടുത്തിയിട്ടാണ് അവർ വന്നത്. അതാണ് ദദു പുത്രോയമസ്മാകം സർവാസാം ഇതി നിശ്ചിതാഹ. അസ്മാകം സർവാസാം പുത്ര അയം ഇതി നിശ്ചിതാഹ. ഈ ബാലകൻ നമ്മുടെ എല്ലാവരുടെയും പുത്രനാണ് എന്ന് നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ടാണ് കൃത്തികമാരവിടെ വന്നിട്ട് ബാലകന് പാല് കൊടുത്തത്. അപ്പോൾ ദേവന്മാരെന്ത് ചെയ്തു? 26-ാമത്തെ ശ്ലോകം നോക്കാം. തതസ്തു ദേവതാ സർവാഹ കാർത്തികേയ ഇതി ബ്രുവൻ പുത്രസ്ത്രൈലോക്യ വിഖ്യാതോ ഭവിഷ്യതി ന സംശയ. അങ്ങനെ എല്ലാ ദേവന്മാരും അപ്പോൾ ഈ കൃത്തികമാരാൽ സംരക്ഷിക്കപ്പെടുന്നവനായ ഈ ബാലകനെ കണ്ടിട്ട് എല്ലാ ദേവന്മാരും ഉറക്കെ പറഞ്ഞു. എന്താ പറഞ്ഞത്? കാർത്തികേയ എന്ന് ഈ ബാലകനെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ എത്ര പേരുകളാണ് ഒരേ സമയം സുബ്രഹ്മണ്യന് വന്ന് ചേർന്നത് എന്നുള്ളത് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് തതസ്തു. അതിനുശേഷം ദേവതാഹ സർവേ ദേവാഹ, എല്ലാ ദേവന്മാരും ചേർന്നിട്ട്, ഇവിടെ സ്ത്രീലിംഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, സർവാഹ ദേവതാഹ, അതായത് എല്ലാ ദേവന്മാരും തന്നെ, ഈ കൃത്തികമാരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ ബാലകൻ ഒരു പേര് കൊടുത്തു. അതാണ് കാർത്തികേയൻ എന്ന്. കൃത്തികാനാം അപത്യം പുമാൻ കാർത്തികേയ.
കൃത്തികമാരുടെ പുത്രൻ എന്നർത്ഥം വരുന്ന കാർത്തികേയൻ എന്നുള്ള പേര് സുബ്രഹ്മണ്യന് നൽകുകയും ചെയ്തു. എന്നിട്ട് അതുമാത്രമല്ല, പുത്ര ത്രൈലോക്യവിഖ്യാതോ ഭവിഷ്യതി ന സംശയ. എന്നിട്ട് ദേവന്മാരെല്ലാവരും ഈ കൃത്തികമാരോട് പറഞ്ഞു, ഈ പുത്രൻ, നിങ്ങളുടെ ഈ പുത്രൻ ത്രൈലോക്യവിഖ്യാത, 3 ലോകങ്ങളിലും പ്രശസ്തി നേടും, ഒരു സംശയവുമില്ല, സംശയ എന്ന ഭവിഷ്യതി, യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞ് ഈ പുത്രനെ ശുശ്രൂഷിച്ച ദേവതകളെയും ഈ കൃത്തികകളെയും അനുഗ്രഹിച്ചു എന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ എത്ര പേരായി എന്നുള്ളത് നോക്കൂ. സുബ്രഹ്മണ്യന് തന്നെ കുമാരനെന്നും ശ്രീകുമാരനെന്നും കാർത്തികേയനെന്നും ഒക്കെ പേര് വന്നു. അതോടൊപ്പം തന്നെ ഇനിയും പേര് വരാനുണ്ട്, അത് അടുത്ത ദിവസം ശ്ലോകത്തിൽ പറയും. അതുപോലെ ഈ അഗ്നിയാണ് നൽകിയത് എന്നുള്ളത് കൊണ്ട് അഗ്നിയുടെ പുത്രൻ പാവകൻ എന്നാണ് അഗ്നിയുടെ പേര്. പാവകി എന്ന് പറയാറുണ്ട്. പാവകേസ്തന്മയൂരം പശ്ചാത് അദ്രിഗ്രഹണ ഗുരുഭിർഗർജിതൈ നർത്തയേഥ എന്ന് കാളിദാസൻ ഈ പറഞ്ഞ സുബ്രഹ്മണ്യൻ്റെ, അതായത് ദേവഗിരിയിൽ നിത്യസന്നിഹിതനായിട്ട് വിളങ്ങിക്കൊണ്ടിരിക്കുന്ന സുബ്രഹ്മണ്യനെ പറ്റിയിട്ടും സുബ്രഹ്മണ്യൻ്റെ വാഹനമായിട്ടുള്ള മയൂരത്തെ നൃത്തം ചെയ്യിക്കണമെന്ന് മേഘത്തോട് പറയുന്നതായിട്ടുള്ള ഒരു വരി മേഘസന്ദേശത്തിലുണ്ട്. ഇനി നമ്മൾ ആദ്യമേ കണ്ടു സേനാപതി, ദേവസേനാപതി, സേനാനി എന്നുള്ള പേരുകളൊക്കെ സുബ്രഹ്മണ്യനുണ്ട്. ഇനിയും പേരുകൾ വരാൻ പോണുണ്ട്. ഈ 6 അമ്മമാരുള്ളത് കൊണ്ട് ഷാൺമാതുരൻ എന്നുള്ള പേര് വന്നു. ആ 6 അമ്മമാരുടെ മുലപ്പാല് കുടിച്ചപ്പോൾ 6 മുഖങ്ങളുണ്ടായി എന്നുള്ളത് കൊണ്ട് ഷൺമുഖൻ എന്ന് പേര് വന്നു. ഇനിയും 1-2 പേരുകളൊക്കെ ഉണ്ട്. സ്കന്ദൻ എന്നുള്ള പേരൊക്കെ എങ്ങനെയാണ് വന്നത് എന്നുള്ളത് അടുത്ത ദിവസം പറയും. അപ്പോൾ ഈ പേരുകളൊക്കെ വരുന്നതിന് പ്രത്യേകം കാരണങ്ങളുണ്ട്. സ്വർണത്തിന് പേര് വന്നില്ലേ, ജാതരൂപം എന്ന് പേര് വന്നത് എന്തുകൊണ്ടാണ്, ഗാംഗേയം എന്ന് പേര് വന്നത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ ഈ കഥകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു കഥ അല്ലെങ്കിൽ ഒരു കാവ്യമൊക്കെ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പദസമ്പത്തി അല്ലെങ്കിൽ പദങ്ങൾ ആയിട്ടുള്ള പരിചയമുണ്ടാവുക എന്നുള്ളതും കൂടി വലിയൊരു കാര്യമാണ്. അതിന് ഇങ്ങനെയുള്ള വളരെ ലളിതമായിട്ടുള്ള മഹാകാവ്യങ്ങൾ, ആദികാവ്യങ്ങളൊക്കെ വളരെ ഉപകാരപ്രദമാണ്. എല്ലാ കാവ്യങ്ങളും ഉപകാരപ്രദമാണ്. ഇതൊക്കെ വായിച്ചാൽ വേഗം മനസ്സിലാവും ചെയ്യും. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തം ദേശം തു തതോ ബ്രഹ്മ സംപ്രാപ്യൈനമഭാഷത ജാതസ്യ രൂപം യത്തസ്മാത് ജാതരൂപം ഭവിഷ്യതി സുവർണം പുരുഷവ്യാഘ്ര ഹുദാശന സമപ്രഭം തൃണവൃക്ഷലതാഗുൽമം സർവം ഭവതി കാഞ്ചനം തം കുമാരം തതോ ജാതം സേന്ദ്രാസാഗ്നിമരുദ്ഗണാഃ ക്ഷീരസംഭാവനാർത്ഥായ കൃത്തികാ സമയോജയൻ താ ക്ഷീരം ജാതമാത്രസ്യ കൃത്വാ സമയമുത്തമം ദദുഃ പുത്രോയമസ്മാകം സർവാസാമിതി നിശ്ചിതാഃ തതസ്തു ദേവതാഃ സർവാഃ കാർത്തികേയ ഇതി ബ്രുവൻ പുത്രസ്ത്രൈലോക്യവിഖ്യാതോ ഭവിഷ്യതി ന സംശയഃ. ഇങ്ങനെ കാർത്തികേയൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗംഗ എങ്ങനെയാണ് ഇവിടെയൊക്കെ എത്തിയത് എന്നുള്ള കഥ ഒന്നുകൂടി വിസ്തരിച്ച് പറയാനുണ്ട്. ആ ഭഗീരഥൻ്റെ പ്രയത്നത്തെ പറ്റിയിട്ടുള്ളതായ കഥകളൊക്കെ വരാൻ പോണുണ്ട്. അതായത് സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് എത്തണം, ഭൂമിയിൽ നിന്ന് പാതാളത്തിലേക്ക് വരെ എത്തണ കഥ പറയണമെന്ന് ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്രനോട് പറഞ്ഞുല്ലോ. ആ കഥകളിലേക്കൊക്കെ ഇനിയും വരണേ ഉള്ളൂ. ഇനിയുണ്ട് കുറേയധികം പറയാൻ. സുന്ദരമായിട്ടുള്ള കഥാഭാഗങ്ങൾ അടങ്ങുന്ന ഈ ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.